ഇടുക്കി മൂന്നാർ ദേവികുളം സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് കവാടത്തിൽ 7 കുടുംബങ്ങളുടെ രാപ്പകൽ സമരം. തങ്ങൾക്ക് താമസിക്കാൻ നിരന്തരമായ ഒരു സ്ഥലം വേണമെന്ന ആവശ്യമുയർത്തിയാണ് കുടുംബങ്ങൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാർ ഭൂമിയിൽ 7ഓളം കുടുംബങ്ങൾ താമസിക്കാൻ നിർമ്മിച്ച ഷെഡ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തിന് പിന്തുണയുമായി BJP പ്രവർത്തകരും രംഗത്തുണ്ട്. 2024 ജൂൺ 25-ാം തീയതി പെയ്ത കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ലക്ഷം നഗറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും തുടർന്ന് ഈ മേഖലകളിലെ അപകട സാധ്യതയുള്ള കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മഴ മാറി കുടുംബങ്ങളെ ക്യാമ്പിൽ മാറാൻ നിർദ്ദേശം നൽകിയപ്പോൾ തങ്ങൾക്ക് സ്ഥിരമായ ഒരു പുനരധിവാസം ഉറപ്പാക്കാതെ മാറില്ലെന്ന നിലപാടിൽ പ്രതിഷേധവുമായി മൂന്നാർ ടൗണിൽ സമരവും തുടർന്ന് അധികൃതർ സമരസ്ഥലത്തേക്കെത്തി പുനരധിവാസം വേഗത്തിലാക്കാമെന്ന് ഉറപ്പും നൽകി. കുടുംബങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. 1 വർഷം പിന്നിട്ടിട്ടും തങ്ങൾക്ക് അധികൃതർ പറഞ്ഞ വാക്ക് പാലിക്കാതെ വന്നതോടെ കഴിഞ്ഞ ദിവസം മൂന്നാർ MG നഗറിനെ സമീപം സർക്കാർ ഭൂമിയിൽ 7 കുടുംബങ്ങൾ ഷെഡ് വെച്ച് താമസം തുടങ്ങിയിരുന്നു. സ്ഥലത്തെത്തിയ സ്പെഷ്യൽ തഹസിൽദാറും സംഘവും സർക്കാർ ഭൂമി കയ്യേറിയ ഷെഡുകൾ പൊളിച്ചു നീക്കി. ഷെഡുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുടുംബങ്ങൾ മൂന്നാർ തഹസിൽദാർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. முருகன் கோயிலில் எங்களை கேம்பில் போட்டிருந்தாங்க. அதுக்கப்புறம் தொடர்ந்து வருஷம் மழை வரும்போதெல்லாம் எங்களை போய் கேம்பில் தான் இருக்க சொன்னாங்க. போன வருஷம் நாங்கள் கேம்பில் இருந்து போராட்டம் பண்ணும்போது எம்எல்ஏ ராஜா எம்எல்ஏ உங்களுக்கு இடம் கொடுக்குறோம், 3 மாசத்துல உங்களுக்கு இடம் கொடுக்குறோன்னு சொன்னாங்க. அப்பவும் அந்த அண்ணன் சொன்னாங்க, நீங்க எந்திக்காதீங்க, நீங்க போராடுங்க சொன்னாங்க. நீங்க போராடுங்க, நாங்க இருக்கோம் அப்படின்னு. கூட உள்ளவங்க யாருமே கேட்காம அந்த പോരാട്ടത്തെ നിപ്പാട്ടിട്ട് എണിച്ചിട്ടാங்க. ഇതുവരെയ്ക്കും മറുപടിയും മഴ വരപ്പോയി ഇതുവരെയ്ക്കും എங்களுக்கு എതുമേ കിട. സമരത്തിന് പിന്തുണയുമായി BJP പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. വൻകിട കയ്യേറ്റങ്ങൾക്ക് മാത്രമാണ് റവന്യൂ അധികൃതർ അനുവാദം നൽകുന്നതെന്നും അതുകൊണ്ട് സമരം ശക്തമാക്കുമെന്നും BJP പ്രവർത്തകരും പ്രതികരിച്ചു. എല്ലാ വർഷവും ക്യാമ്പിൽ പോയി കിടക്കുന്ന 7 കുടുംബങ്ങളെയാണ് ഈ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP ശക്തമായി പ്രതികരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ 1 സെന്റ് ഭൂമി പോലും ഇല്ല എന്നുള്ള എല്ലാവിധ രേഖകളും അവരുടെ കൈവശമുണ്ട്. അവർക്ക് കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ഷെഡ് പൊളിക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അന്നത്തെ ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. ആ ദിവസം അവർ കിടന്നുറങ്ങിയത് ഒരു ജീപ്പിൻ്റെ അകത്താണ്. ഇന്നും അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാതെ, കൊച്ചിന് തൊട്ടിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഈ ഷെഡ് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതേസമയം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് റവന്യൂ അധികാരികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.